നമസ്കാരം. രവീസ് വ്ളോഗിലേക്ക് സ്വാഗതം. കേരളത്തിലെ സ്കൂളുകളെ NEP-യുടെ ഒരു ഷോ കേസാക്കി മാറ്റുവാനാണോ ഉദ്ദേശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പ്രകാരം വീടുകൾ ലഭിച്ചാൽ ആ വീടുകൾക്ക് മുൻപിൽ പ്രധാനമന്ത്രിയുടെ പടം പോലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ച് പ്രദർശിപ്പിച്ചതിന് ശേഷം മാത്രമേ പണം നൽകുകയുള്ളൂ എന്നതുപോലെ NEP-യുടെ ഒരു ഷോ കേസാക്കി മാറ്റിയാൽ മാത്രമേ SSK ഫണ്ട് ലഭ്യമാവുകയുള്ളൂ എന്ന പെരും നുണ. യാതൊരു നടപടികളും തുടർ നടപടികളും പൂർത്തീകരിക്കാത്ത കേരളം മുൻപ് ഭരിച്ചവർ ക്യാപ്റ്റൻ അബെയിൻസ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച PMC പദ്ധതി എന്തിനു വേണ്ടി ഇത്രയും പെട്ടെന്ന് ധൃതി പിടിച്ച് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ആദ്യകാലങ്ങളിൽ പേരുവിട്ട എന്നൊരു സംഭവം കേട്ടിട്ടുണ്ട്. സ്കൂളിൽ കൃത്യമായിട്ട് പോയില്ലെങ്കിൽ വരുമ്പോൾ സ്കൂളിൽ പ്രസൻ്റ് ആയില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പേര് വെട്ടും എന്നൊരു പ്രചരണമൊക്കെ അക്കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് പേര് വെട്ടാൻ അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ നിന്നും കേരളത്തിൻ്റെ പേര് വെട്ടും എന്നാണ് പറയുന്നത്. എന്തിനാ പേര് വെട്ടുമെന്ന് ചോദിച്ചാൽ 7-8 മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാത്ത ഒരു പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ ധൃതി പിടിച്ച് അടുത്ത 2027 അധ്യയന വർഷത്തിന് മുൻപായി നടപ്പിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പേര് ഫെഡറൽ സംവിധാനത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെടും. MOUവിൽ ഒപ്പിട്ടു എന്നത് മാത്രം കൊണ്ട് ഒന്നും നടപ്പിലാവില്ല. സ്കൂളുകൾ തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഹെഡ് ഓഫ് അക്കൗണ്ട് തുടങ്ങണം, ആപ്ലിക്കേഷൻ കൊടുക്കണം, പോർട്ടൽ ആരംഭിക്കണം. ഇതെല്ലാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ PM ശ്രീ ഫണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഉഡായിപ്പുകളുടെ ഒരു ഭരണ സംവിധാനമാണ്